Welcome to Malugal Talkies. നിങ്ങൾ പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഓൾറെഡി ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വിസിറ്റിംഗ് അഗൈൻ ആൻഡ് വാച്ചിങ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലിനെ പരിചയപ്പെടുത്തി തരാണ് കേട്ടോ. ഇതാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഹെയർ ഓയിൽ. വിശ്വംഭരിയുടെ ആദിവാസി ഹെയർ ഓയിൽ ആണ്. ഈ വീഡിയോന്റെ റിവ്യൂവിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറയട്ടെ. കുറെ ആളുകൾ അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഈ ഓയിൽ ഒരു സ്കാം ആണ്, അവർക്ക് മുടി വളർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇത് നിങ്ങൾ വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഈ റിവ്യൂ എടുക്കുന്നത്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണിത്. ഞാൻ എന്റെ റിസ്കിൽ വാങ്ങിച്ച് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് തോന്നി. ഏകദേശം ഒരു 1.5 മാസത്തിൽ കൂടുതൽ ഉപയോഗിച്ച് എനിക്ക് മുടി കറക്റ്റ് ആയിട്ട് വളരുന്നുണ്ട്. ബോൾ പാച്ചസ്, അതായത് ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ എനിക്ക് ചെറിയ കഷണ്ടി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഫ്രഷ് ഹെയർ ഗ്രോത്ത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് അത് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ഗൈസ് കണ്ടില്ലേ, 3 കുപ്പിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുപ്പി കംപ്ലീറ്റ്ലി കാലിയാണ്. ഈ കുപ്പിയിൽ അര ഓയിൽ ബാക്കിയുണ്ട്, ഈ കുപ്പിയിൽ അര ഓയിൽ ബാക്കിയുണ്ട്. ഞാൻ ആഴ്ചയിൽ 1 തൊട്ട് 2 തവണയാണ് സ്കാൽപ്പിൽ യൂസ് ചെയ്യാറുള്ളത് ഈ ഓയില്. പിന്നെ ഇത് 299 rupees ആണ് MRP വരുന്നത് 60 ml പ്രോഡക്റ്റില്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിനകത്ത് സെസമെ ഓയിൽ, കാസ്റ്റർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ വരുന്നുണ്ട്. അതിന് പുറമെ ഇതിനകത്ത് ഹോഹോബോ ഓയിൽ ഉണ്ട്. പിന്നെ ആഡഡ് ഫ്രേഗ്രൻസും ആഡഡ് കളറും ഉണ്ട്. സാധാരണ പ്രോഡക്ട്സിനകത്ത് എനിക്ക് എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന മണത്തിന് വേണ്ടി ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും കളറിന് വേണ്ടി ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ സിൻസ് ദിസ് പ്രോഡക്റ്റ് ഇസ് വർക്കിംഗ് ഔട്ട് വെൽ ഫോർ മീ, ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഇത് സ്മെല് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന് ഒരു പ്ലസന്റ് ഹെർബൽ സ്മെല്ലാണ്. ഇഫ് യു ആർ എക്സ്ട്രീംലി സെൻസിറ്റീവ്, അതായത് ചില ആളുകൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് വരുമ്പോൾ തലവേദനയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയിട്ടൊക്കെ ഉപയോഗിക്കുക. സിൻസ് ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ ഫോർ മീ, ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ മീ. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഐ എം ടേക്കിംഗ് കെയർ ഓഫ് മൈ ഡയറ്റ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്. ഇവര് ഈ പാക്കേജിങ്ങിലും എഴുതിയിട്ടുണ്ട് ഈ ഓയിൽ മാത്രം യൂസ് ചെയ്തത് കൊണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. ഈ ഓയിൽ യൂസ് ചെയ്തതിന് പാരലൽ ആയിട്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം, 8 മണിക്കൂർ ഉറക്കം, പ്രോട്ടീനും ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല, ഭയങ്കര അഗ്രസീവ് ആയിട്ട് ബ്രഷ് ചെയ്യാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ ഈ എണ്ണ യൂസ് ചെയ്തതിന് കൂടെ പാരലായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് വിസിബിളി കാണാൻ പറ്റുള്ളൂ. എനിക്ക് സ്കാൽപ്പിൽ ഹോട്ട് ഓയിൽ മസാജസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ എണ്ണ ചൂടാക്കുന്നത്. ഡയറക്റ്റ് ഹീറ്റിലോട്ട് എണ്ണ കാണിക്കാറില്ല, ചൂട് വെള്ളത്തിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കാറാണ് പതിവ്. ഇതിന്റെ ആപ്ലിക്കേഷനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഒരു ചൂടുവെള്ളത്തിലിട്ട് ബോയിൽ കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഫിംഗർ ടിപ്സിൽ എടുക്കുക, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. എനിക്ക് സമയമുള്ള ദിവസങ്ങളിൽ ഞാൻ ഓവർനൈറ്റ് ചില ദിവസങ്ങളിൽ ഓയിൽ ലീവ് ചെയ്തിട്ട് രാവിലെ കഴുകി കളയാറുണ്ട്. അല്ലെങ്കിൽ മിനിമം ഒരു 1 തൊട്ട് 2 മണിക്കൂർ വരെയെങ്കിലും ഞാൻ ഓയിൽ സ്കാൽപ്പിൽ ഇട്ടതിന് ശേഷമാണ് വാഷ് ഓഫ് ചെയ്ത്, സാധാരണ ഷാംപൂ വാഷ് ചെയ്ത് കളയുന്നത്. ബെസ്റ്റ് റിസൾട്ട്സിന് വേണ്ടിയിട്ട് ഓയിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 minutes എങ്കിലും ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ, മുടിക്ക് ഓൾറെഡി കേർലി ഹെയർ ആണ്, നീളം വെക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ നീളം ആക്ച്വലി വെക്കുന്നുണ്ട്. ദർ ഈസ് ആക്റ്റീവ് ഹെയർ ഗ്രോത്ത്. അത് മാത്രമല്ല, എനിക്ക് തലയുടെ ബാക്കിലാണെങ്കിലും ഈ ഭാഗങ്ങളിലാണെങ്കിലും മുടിയുടെ ചെറിയ കുറവുണ്ട്. കണ്ടില്ലേ, ഒത്തിരി ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ട് ഈ ഭാഗങ്ങളിലാണെങ്കിലും ഈ ഭാഗങ്ങളിലാണെങ്കിലും. മുന്നേ വളരെ നന്നായിട്ട് സ്കാൽപ്പ് കാണാൻ പറ്റുമായിരുന്നു. ഐ എം കണ്ടിന്യൂയിങ് വിത്ത് ദ പ്രോഡക്റ്റ്. എനിക്കിത് റെക്കമെൻഡ് ചെയ്ത് തന്നത് എന്റെ മദർ ഇൻ ലോ ആണ്. അമ്മ പറഞ്ഞു ഇത് യൂസ് ചെയ്തതിനു ശേഷം അമ്മയ്ക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. നോക്കിയപ്പോ കൊള്ളാം. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ ഡോണ്ട് പ്ലാൻ ടു സ്റ്റോപ്പ് ഇറ്റ് എനി ടൈം സൂൺ സിൻസ് ഐ ഹാവ് സീൻ പോസിറ്റീവ് റിസൾട്ട്സ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് ചെയ്യാം. റിസർച്ച് ചെയ്തതിനു ശേഷം ഡിസൈഡ് ഫോർ യുവർ സെൽഫ് ഇഫ് യു വാണ്ട് ടു ഗിവ് ദിസ് വിശ്വംഭരി ആദിവാസി ഹെയർ ഓയിൽ എ ഷോട്ട്. എന്റെ ഭാഗത്തുനിന്ന് ഐ ടോട്ടലി റെക്കമെൻഡ് ഇറ്റ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഹാസ് ബീൻ ഗുഡ്. So that's all for the video today guys. Thank you so much for watching. Bye.